ആ ചീരയ്ക്ക് എന്താ വില? എടി എന്താ? നമ്മുടെ ബില്ലുണ്ടല്ലോ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നേ. അടിപൊളിയാണല്ലോ. ഇങ്ങോട്ട് വന്നേ, ഒന്ന് വന്നേ മോളെ, ഇങ്ങോട്ട് വന്നേ മോളെ. എന്തൊക്കെ പച്ചക്കറിയാ വേണ്ടത്? ഞാൻ തരാന്നേ. അയ്യോ വേണ്ട, ഇത്രയൊന്നും വേണ്ട, ഞാൻ കുറച്ച് കാശ് എടുത്തുള്ളൂ. കാശ് ഞാൻ ചോദിച്ചില്ലല്ലോ, നീ ഞങ്ങളുടെ വീട്ടിലെ മോളെ പോലെയാ. എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോ മോളെ. നീ സരസുന്റെ മരുമകളാവാൻ പോകുന്നല്ലേ, ഞങ്ങൾക്ക് എന്തൊരു അഭിമാനം ഉണ്ടെന്നറിയോ. എന്റെ പൊന്നു മോള് ദീർഘായുസ്സായി ഇരിക്കട്ടെ. ദാ മോളെ, ഈ പൂവും കൂടെ കൊണ്ടുപോക്കണേ. താങ്ക് യു. ബില്ലിന് യോജിച്ച പെണ്ണാണ് മോള്. യോജിക്കും കേട്ടാ. എന്താ കുറച്ചു നേരം കുറവേ ഉള്ളൂ. നീ സൂസിയുടെ നിഴലിൽ പോലും വരാനില്ല, മിണ്ടരുത്. അങ്ങനല്ലേ പറ്റുള്ളൂ. എന്നാലേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബില്ല് സൂക്ഷിക്കണേ. നോക്കിയോളാം. നിങ്ങളുടെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞ് കയ്യും ഇറങ്ങുന്നില്ല, കാലും ഇറങ്ങുന്നില്ല. ഞങ്ങളുടെ ബില്ലും ഉണ്ടല്ലോ തനി തങ്കവാ. മീൻ എടുക്കട്ടെ ചേച്ചി, ചേച്ചിക്കല്ലാതെ പിന്നെ മീൻ ഞാൻ വേറെ ആർക്ക് കൊടുക്കാനാ? ചേച്ചിയെ, നിങ്ങളുടെ കല്യാണത്തിന് എനിക്കൊരു പാന്റ് വാങ്ങിച്ചു തരുമല്ലേ? പാന്റ് മാത്രല്ല, ഷർട്ട് വേണ്ട. അതെന്താ ചേച്ചി, ഈ ഏരിയയിൽ ബില്ല് വരെ അടിച്ചത് ആരാണെന്ന് അറിയുന്നത് വരെ ഞാൻ ഷർട്ട് ഇടില്ല. അന്ന് ഞാൻ ശബ്ദം ചെയ്ത് ഓർമ്മയില്ലേ? ആരാ അങ്ങനെ ചെയ്തെന്ന് കല്യാണത്തിനെന്നറിയാം. സുസി, നീ ബില്ലുവിനെ കല്യാണം കഴിക്കാൻ പോവാണോ? അതെ. എന്നെ പറ്റിച്ചില്ല നീ. എടാ മുട്ടേന്ന് വരുന്നില്ല, അവന്റെ വർത്തമാനം കേട്ടില്ലേ? അവിടെ എന്താ ഇത്? എന്താ ഒതുങ്ങി നിന്നാലെന്താ? എന്താ നോക്കുന്നേ? ഞാൻ ആരാണെന്ന് അറിയാലോ അല്ലേ? ബില്ലുവിന്റെ പെണ്ണ. അടിച്ച് അയ്യോ, ഞാൻ പറയുന്നത് കേക്കെന്നെ മനുഷ്യ. എന്തിനാണ് മനുഷ്യൻ ആ പെണ്ണിനെ വെറുതെ ഇട്ട് വേദനിപ്പിക്കുന്നത്? കൊച്ചു പെണ്ണല്ലേ. സൂസി, നാളെ രാവിലെ നിനക്ക് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോകാൻ തയ്യാറായി. എന്താ അങ്കിൾ പെട്ടെന്ന്? ഒന്നും വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. ഞാൻ പോകില്ല അങ്കിൾ. മോളെ, ഇതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വീട് വിട്ടു പോകാൻ ഞാൻ നിന്റെ കാലിൽ വീഴാം. ഇതെന്തുവാ മനുഷ്യ കാണിക്കുന്ന? വല്ല നെട്ട് ലൂസായോ? വിടടി. നീ ഈ നാട്ടിലേക്ക് വരുന്ന വിവരം അറിഞ്ഞ് മലയ്ക്ക് പോകാനുള്ള മാല വരെ ഞാൻ ഊരിക്കളഞ്ഞു. നീ എൻ്റെ കൊഞ്ചിച്ചു വളർത്തിയ മോള് തന്നെയാണ്. നിന്റെ മനസ്സ് വേദനിക്കാതെ നീ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോ എൻ്റെ വാഗൊണ്ട് തന്നെ നിന്നോട് തിരിച്ചു പോകണമെന്ന് പറയേണ്ട വന്നല്ലോ. ഞാൻ ബില്ലുവിനെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലേ അങ്കിൾ? എൻ്റെ സ്വന്തം മോളായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടേന്. ദൈവത്തിന് പറ്റിയ തെറ്റ്. നിന്റെ അച്ഛന് നീ മകളായി ജനിച്ചു പോയത്. നാട്ടുകാരുടെ ശാപം വേണ്ടെന്ന് വിചാരിച്ച നിന്റെ അച്ഛൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഒന്നുമില്ലാതെ ഇവിടേക്ക് വന്ന എന്നെ എന്ത് നിലയിലാക്കിയത് മുകുന്ദേട്ടനാ. അതുകൊണ്ട് ആ കുടുംബം നന്നായിരിക്കണം. നീ പോയി കഴിഞ്ഞാൽ നീ നന്നായിരിക്കും, ബില്ലും നന്നായിരിക്കും മോളെ. ദൈവത്തെ ഓർത്ത് പോ മോളെ, ദയവായി പോണം. എന്താ ഇത്? ഇങ്ങനെ എന്തോത്തിനെ കരഞ്ഞോണ്ടിരിക്കുന്ന കൊച്ചേ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതത്ര കാര്യാക്കണ്ട. നോക്കിക്കേ, എന്റെ മോള് ധൈര്യമായിട്ടിരിക്കെ, മനസ്സ് തളർത്തണ്ട. ബില്ല് കൂടിയില്ലേ? അവനെ കുഞ്ഞുനാളിനെ പോലെ കാണുന്നതല്ലേ, വാക്ക് തെറ്റിക്കത്തില്ല. ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് കിട്ടിയേ തീരൂ. മുകുന്ദേട്ടനാണ് ഈ നാട്ടിലെ നാട്ടുപ്രമാണി. ഹാർബറിലെ ജോലി കളഞ്ഞപ്പോ മുകുന്ദേട്ടൻ തളർന്നു പോയി. അപ്പൊ ബില്ലുവിന് 18 വയസ്സാ. ഒറ്റയ്ക്ക് നിന്ന ഹാർബറിലെ കോൺട്രാക്ട് പിടിച്ചെടുത്തത് അറിയോ? എന്താ ഇത്? ബില്ലുവിനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ വെറുതെ കരഞ്ഞോണ്ടിരുന്ന എന്താ നേടാൻ പോകുന്നേ? നാളെ കൊച്ചേ, നിന്റെ അപ്പനല്ല ഏത് കൊലകൊമ്പൻ വന്നാലും ബില്ലുവിന്റെ ഒരു തൊഴിക്കേ ഉള്ളവരൊക്കെ. അല്ല സൂസി, നിന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ? അവസാനം കാല് മാറോ? സുമതി, അതല്ല, നിന്റെ അച്ഛൻ വന്ന് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബില്ലു ആരാണെന്ന് എനിക്കറിയില്ല, അവനെ കണ്ടിട്ടേ ഇല്ല, പരിചയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമെന്നാ ഞാൻ ചോദിച്ചേ. ഇങ്ങോട്ട് നോക്കിക്കേ, അവന്റെ പ്രാണനെ പോലെ നിന്നെ സ്നേഹിക്കുന്നെ. അവസാനം ചതിക്കരുത് കേട്ടാ.
ഇതെന്ത് കുന്താ? ഇത് എന്റെ റൂം തന്നെയാണോ? ആരാ ഇതിന്റെ അകത്ത്? ഞാനാ. ഇതെന്താ എന്റെ ബാത്റൂമിൽ എന്തിനാ കുളിക്കുന്നേ? എന്താ കുളിക്കാൻ പാടില്ലേ? അല്ല, അതുകൊണ്ടല്ല, റൂമിനൊരു മാറ്റം കണ്ടു. നീ എന്തിനാ സൂസി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തായാലും ഞാൻ ഇവിടെയല്ലേ ജീവിക്കാൻ പോകുന്നത്, അതാ ക്ലീൻ ചെയ്തത്. ആ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. റൂമാണോ അത് ഞാനോ? ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്തിട്ട് ചോദിച്ചാ തെറ്റ് ചെയ്യാൻ മനസ്സിൽ തോന്നും സൂസി. നമുക്ക് തെറ്റ് ചെയ്താലോ? ഹേയ്, ഇതെന്താ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാന്ന് പറയുന്ന പോലാണല്ലോ. എടാ, ഇപ്പൊ നിനക്ക് പറ്റുമോ ഇല്ലയോ? വേണ്ട, എന്നെ ഒരുമാതിരി കളിയാക്കാനാണ് ശ്രമമെങ്കിൽ വേണ്ട. അല്ല. സ്റ്റോപ്പ്. ദേ, ഈ ലക്ഷ്മണരേഖ മുറിച്ച് നീയും വരരുത്, ഞാനും അങ്ങോട്ട് വരില്ല. അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ദൈവം, സംസാരം കൂടുന്നു. നിന്നെ വേണ്ട, ഒരു വെപ്രാളം പോലെ ഞാൻ കരയും സൂസി. എന്താടാ ഈ ഞാനും എത്ര നേരം നല്ലവനെ പോലെ അഭിനയിക്കുന്നേ. എന്റെ ഷാമ്പൂട്ടാണ് കുളിച്ചേ. അതാ ഇപ്പൊ അത്യാവശ്യം. തെറ്റിയാന്ന് പറഞ്ഞിട്ട് നീ എന്താടി ഒന്നും ചെയ്യാത്തെ? ഏയ്, എന്താ സൂസി? ഏയ് സൂസി, ദേ നോക്ക്, എന്തിനാ കരയുന്നേ? എന്താന്ന് ചോദിച്ചു കേട്ടില്ലേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡോക്ടർ ഞാൻ നിന്നെ മറക്കുമെന്ന് പറയുന്നു. അങ്കിൾ എന്നോട് ഇവിടുന്ന് പോകാൻ പറയുന്നു. ആരും നമ്മളെ പിരിക്കാൻ പാടില്ല. ഏയ് സൂസി, ഒന്നും ആലോചിക്കണ്ട. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്നെയാ വിശ്വാസമില്ലാത്ത? ഞാൻ നിന്നെ ഒരു പക്ഷെ മറന്നു പോയാലുള്ള അവസ്ഥ. വേണ്ട, നിന്റെ കുഞ്ഞെന്റെ വയറ്റിൽ വളരണം. കുഞ്ഞു വളർന്ന എല്ലാം ശരിയാകുമോ? എന്താ സൂസി? ദേ, ഇപ്പൊ നിന്റെ മനസ്സിലൊരു സത്യമുണ്ട്, അത് നീ വിശ്വസിക്കേ. അച്ഛനും വേണ്ട, കല്യാണം വേണ്ട, ഒരു കുന്തവും വേണ്ടെന്ന് നീ തന്നെ എല്ലാം തീരുമാനിച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? നിന്നെ ഞാൻ എങ്ങനെ കൈവിടിയും സൂസി? നീ എന്തൊരു പൊട്ടിപ്പെണ്ണ. അയ്യോ, ദേ, നിനക്ക് എന്നെ അറിയില്ലെന്ന് പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും, അടിച്ചാലും, പുറത്തു പോടാ നായെന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല സൂസി. എന്നെ നീ വിശ്വസിക്കില്ലേ? നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ ഭയമാണ്. എന്താടി ഇത്?
ഇതാ ഇതാ വേഗം വിളിക്ക് നിന്റെ അച്ഛനെ. വിളിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? വിളിക്ക്. ചേട്ടാ, കേരളത്തിൽ നിന്ന് സൂസിയാ. എടാ ജോൺസാ, നിന്റെ ടൈം ഏതായാലും കൊള്ളാം. ഹലോ സൂസി, എന്തൊക്കെയുണ്ട്? ഞാൻ സൂസിയല്ല, എൻ്റെ പേര് ബില്ലു. വീടിൻ്റെ അടുത്താ താമസം. ആ, സൂസിക്ക് സുഖമാണോ? കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ആ പറ. ഞാനും സൂസിയും തമ്മിൽ പ്രണയത്തിലാണ്. വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ നാളെ രാവിലെ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. അത് വേണ്ട. ഞാൻ തന്നെ അവിടേക്ക് വരാം. നേരിട്ട് സംസാരിക്കാം. റാസ്കൽ.